ഓക്കെ, സോ നിങ്ങളൊരു പെർഫോമൻസ് സെൻട്രിക് ഫോൺ നോക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഗെയിമിങ്ങിന് വേണ്ടി ആവാം. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഭയങ്കര വില കൂടിയ ഫ്ലാഗ്ഷിപ്സ് അല്ലെങ്കിൽ 30,000 40,000 അല്ലെങ്കിൽ അതിന്റെ മേളിലുള്ള വില കൂടിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് വാങ്ങാനുള്ള ക്യാഷ് ഇല്ല. നിങ്ങളുടെ കയ്യിലുള്ളത് 25,000 റുപ്പീസിന്റെ ബഡ്ജറ്റ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു ഫോണാണ് iQOO Neo 10R. ഈ ഒരു ഫോൺ ഞാൻ ആക്ച്വലി ഈ ഒരു ഫോണിന്റെ അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ ഒരുപാട് പേര് ആ വീഡിയോ കണ്ട്. ഏകദേശം 4 lakh വ്യൂസ് ഉണ്ട്. സോ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് വ്യൂസ് വരാൻ വേണ്ടി. ഓക്കെ, ചുമ്മാ തന്നെ കേട്ടോ. ഈ വരുന്ന പ്രൈം ഡേ സെയിൽ ഉണ്ടല്ലോ, ആമസോൺ പ്രൈം ഡേ സെയിൽ, അതിൽ 25,000 റുപ്പീസിന് താഴെ, ആക്ച്വലി ഓഫറൊക്കെ ചേർത്ത് നോക്കുകയാണെങ്കിൽ ഈവൻ നിങ്ങൾക്ക് 24,000 റുപ്പീസിന് താഴെ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ വിചാരിച്ചു ഈ ഫോൺ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 3-3.5 മാസമായി. സോ ഈ സമയം കൊണ്ട് ഒരുപാട് അപ്ഡേറ്റ്സ് വന്നു. ആക്ച്വലി BGMI ഉണ്ടല്ലോ, അത് 90 FPS കൂടി 120 FPS, അതായത് അൾട്രാ എക്സ്ട്രീം സെറ്റിംഗ്സ് അൺലോക്ഡ് ആയിട്ടുണ്ട്. എന്നാൽ അവിടെ ചെറിയ ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ ഫോണിൽ നിന്ന് ബെസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ബെസ്റ്റ് FPS കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെല്ലാം ഞാൻ ഷെയർ ചെയ്യാം. കാരണം ഞാൻ ഒന്നുകൂടെ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായത്. അതിനോടൊപ്പം തന്നെ ബാറ്ററി നിൽക്കുന്നുണ്ടോ, ക്യാമറ എങ്ങനെയുണ്ട്, ക്യാമറ ഡൗൺഗ്രേഡ് ആയോ അപ്ഗ്രേഡ് ആയോ, എങ്ങനെയുണ്ട് ഇപ്പോൾ ക്യാമറ പെർഫോമൻസ്, പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഫോണിന്റെ എല്ലാ ഡീറ്റെയിൽസും സ്പെസിഫിക്കേഷൻസ് ഫീച്ചേഴ്സ് ഒക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ആ ഒരു അൺബോക്സിംഗ് വീഡിയോ കണ്ടോളൂ. ഇവിടെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ്, അതായത് 3.5 months ശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ എക്സ്പീരിയൻസ് ഒക്കെയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് തന്നെ പെർഫോമൻസ് നോക്കാം. അതാണല്ലോ മെയിൻ ഉദ്ദേശം. നിങ്ങൾ ഈ വീഡിയോയുടെ മേളിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൻ ഉദ്ദേശം പെർഫോമൻസ് ആയിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് തന്നെ അത് നോക്കാം. Qualcomm Snapdragon 8S Gen 3 ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ ഫോൺ വരുന്ന പ്രൈസിൽ ഐ തിങ്ക് ദാറ്റ് ഈസ് ദി ബെസ്റ്റ് ചിപ്സെറ്റ്. ആക്ച്വലി OnePlus ഈയിടെ ലോഞ്ച് ചെയ്ത OnePlus Nord 5 ഉണ്ടല്ലോ, 30,000 റുപ്പീസിൽ ലോഞ്ച് ചെയ്ത OnePlus Nord 5, അതിലുള്ള എക്സാക്ട്ലി സെയിം ചിപ്സെറ്റ് ആണ് ഈ പ്രൈസിൽ iQOO ഈ ഫോണിൽ തരുന്നത്. ചിലർക്കുള്ള ഡൗട്ട് ആയിരിക്കും, 128GB വേരിയന്റിൽ UFS 3.1 ആണ്, 256GB വേരിയന്റിൽ UFS 4.0 ആണ്. ഓക്കെ, UFS 3.1 ഈ പ്രൈസിൽ ഓക്കെ ആണ്. നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഗെയിമിംഗ് അല്ലെങ്കിൽ ഭയങ്കര ലോങ് ടേം യൂസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കാശും കൂടെ ആഡ് ചെയ്ത്, കാരണം ഇപ്പോൾ ഓഫറുടെ സമയമാണല്ലോ, സോ കുറച്ച് കാശും കൂടെ ആഡ് ചെയ്തിട്ട് UFS 4.0 എടുത്തോളൂ. UFS 3.1 എടുത്താലും അങ്ങനെ വലിയ ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ അൺബോക്സിംഗ് വീഡിയോയിൽ പറഞ്ഞതുപോലെ 1.5 മില്യൺ AnTuTu സ്കോറാണ് കിട്ടുന്നത്. 85-90% സ്റ്റെബിലിറ്റി ഉണ്ട്. സോ iQOO ഈ ഒരു ചിപ്സെറ്റ് വളരെ നല്ലോണമാണ് ഓപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് 1 by 1 നോക്കാം. ഞാൻ ആക്ച്വലി 3 ഗെയിംസ് ആണ് ടെസ്റ്റ് ചെയ്തത്: BGMI, COD ആൻഡ് Genshin Impact. നല്ല ഡീറ്റെയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. BGMI നോക്കുകയാണെങ്കിൽ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഇപ്പം അൾട്രാ എക്സ്ട്രീം, അതായത് 120 FPS അൺലോക്ഡ് ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് എക്സാക്ട് അല്ലെങ്കിൽ ഫിക്സ്ഡ് 120 FPS കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിന്റെ ഗെയിം ബാറിൽ പോയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ മോൺസ്റ്റർ മോഡ് ആക്ടിവേറ്റ് ചെയ്യുക. അതിനുശേഷം ഈ റിഫ്രഷ് റേറ്റിന്റെ ഓപ്ഷൻ ഉണ്ടോ, ഹൈയിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ അൾട്രാ എക്സ്ട്രീം സെലക്ട് ചെയ്താലും 90 FPS ആണ് കിട്ടാൻ പോകുന്നത്. ഇത് ഞാൻ ആക്ച്വലി FPS മീറ്റർ കണ്ടില്ലേ. സോ ഈ FPS മീറ്റർ ഇട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ കാര്യം മനസ്സിലായത്. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഉറപ്പ് വരുത്തുക. മോൺസ്റ്റർ മോഡ് സെറ്റ് ചെയ്യണം, പിന്നെ റിഫ്രഷ് റേറ്റ് ഹൈയിലേക്ക് മാറ്റണം. അതിനുശേഷം കിടിലൻ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. അതായത് ഇതാ കണ്ടില്ലേ, ആവറേജ് FPS ഞാൻ എല്ലാം കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. TDM കളിച്ചു, ക്ലാസിക് കളിച്ച് നോക്കി, എല്ലായിടത്തും ആവറേജ് 115 FPS വരെ കിട്ടുന്നുണ്ട്. 114-115 FPS ആണ് ആവറേജ് FPS BGMI. സോ ഈ പ്രൈസിൽ ഞാൻ പറഞ്ഞില്ലേ, ഓഫറൊക്കെ ചേർത്ത് 24,000 റുപ്പീസിന്റെ താഴെ കിട്ടുന്നുണ്ട്. ആ പ്രൈസിൽ ഐ തിങ്ക് ദിസ് ഇസ് ദി ബെസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ദി ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ. ഒന്നും നോക്കണ്ട, പ്രത്യേകിച്ച് നിങ്ങൾ BGMI കളിക്കാൻ വേണ്ടിയാണ് വാങ്ങുന്നതെങ്കിൽ. പിന്നെ ഹീറ്റിങ്ങിനെ കുറിച്ച് നമ്മളൊരു 1 മണിക്കൂർ 2 മണിക്കൂർ അടുപ്പിച്ച് കളിക്കുമ്പോൾ ഈ പോർഷനിൽ ചെറിയൊരു ഹീറ്റ് നിങ്ങൾക്ക് ഫീൽ ആവും. അത് നോർമലാണ്. എല്ലാ ഗെയിമിംഗ് ഫോൺസ് അല്ലെങ്കിൽ പെർഫോമൻസ് ഫോൺസിൽ ചെറിയൊരു ഹീറ്റിംഗ് എന്തായാലും ഉണ്ടാവും. 39-40 ഡിഗ്രി വരെ പോയുള്ളൂ. പിന്നെ ടെമ്പറേച്ചർ ഉണ്ടല്ലോ, അത് ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ ഇപ്പോൾ ഉള്ള കാലാവസ്ഥ എങ്ങനെയാണ്. ഇപ്പോൾ മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ മാക്സിമം കൊച്ചിയിലെ മാക്സിമം 27 ഡിഗ്രി 28 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. പക്ഷേ ഈ ഫോണിൽ വേപ്പർ ചേമ്പർ കൂളിംഗ് സംവിധാനമൊക്കെ ഇട്ട് തന്നിരിക്കുന്നതുകൊണ്ട് ടെമ്പറേച്ചർ കൂടിയാലും ഇഷ്യൂ ഒന്നും വരാൻ പോകുന്നില്ല. ഓവർ ഹീറ്റിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. എന്നാൽ അത് കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവും. സോ നിങ്ങൾക്ക് അതൊരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കട്ടിയുള്ള കേസ് ഇട്ട് ഉപയോഗിച്ചാൽ മതി, നിങ്ങളൊന്നും അറിയാൻ പോകുന്നില്ല. CODയിൽ ഔട്ട് ഓഫ് ദ ബോക്സ് 120 FPS കിട്ടുന്നുണ്ട്. അവിടെ അടിപൊളിയാണ്. അതായത് BGMIനേക്കാളും സ്മൂത്ത്നെസ് നമുക്ക് CODയിൽ കിട്ടുന്നുണ്ട്. 118, 190, ഈവൻ 120 FPS വരെ ആവറേജ് FPS കിട്ടുന്നുണ്ട്. ഞാൻ കുറേ മൾട്ടിപ്ലെയർ മോഡൽ ഗെയിംസ് കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. Snapdragon 8S Gen 3 ആയതുകൊണ്ട് വളരെ സ്മൂത്ത് ഗെയിം പ്ലേ എക്സ്പീരിയൻസ് ആണ് CODയിൽ കിട്ടിയത്. അവിടെയും ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു ചെറിയൊരു ഇളം ചൂട്, ചെറിയൊരു ഹീറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവും. CODയിലും ആ ഒരു FPSന്റെ സംഭവം ഉണ്ടായിരുന്നു. അതായത് 120 FPS നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. സോ കളിച്ച് തുടങ്ങുമ്പോൾ 120 FPS ആയിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ 60 FPS മാറുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ സെയിം ടെക്നിക്ക് യൂസ് ചെയ്തു. അതായത് മോൺസ്റ്റർ മോഡിൽ ഇട്ടിട്ട് റിഫ്രഷ് റേറ്റ് ഹൈ ആക്കിയപ്പോൾ പിന്നെ കോൺസ്റ്റന്റ് 120 FPS കിട്ടുന്നുണ്ട്. Genshin Impact കളിച്ചപ്പോൾ ഈ ഹീറ്റിംഗ് ഇല്ലേ, അത് കുറച്ചും കൂടി പെട്ടെന്ന് വരുന്നുണ്ട്. അതായത് 20 മിനിറ്റ് 30 മിനിറ്റ് കളിക്കുമ്പോഴേക്കും ആ ഒരു ചെറിയ ഇളം ചൂട് നിങ്ങൾക്ക് ഫീൽ ആവാൻ തുടങ്ങും. പക്ഷേ ഈ ചൂടുള്ളത് കൊണ്ട്
ഗെയിം ത്രോട്ടൽ ആവുന്നു, ഗെയിം സ്റ്റക്ക് ആവുന്നു, ഫ്രെയിം ഡ്രോപ്സ് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. നോർമലി ഐക്യു ഫോൺസിൽ വരാറുമില്ല, ഇവിടെ ഇല്ല. ഗൻഷൻ ഇമ്പാക്റ്റിലും ഈസിലി നിങ്ങൾക്ക് 55 to 60 FPS ആവറേജ് കിട്ടും. പിന്നെ ഇതിന്റെ ഗെയിം ബാറിൽ ബൈപാസ് ചാർജിങ്ങിന്റെ ഫീച്ചർ ഉണ്ട്. സോ ബാറ്ററി കുറയുകയാണെങ്കിലും നോ പ്രോബ്ലം ചാർജിൽ കുത്തി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗെയിമിംഗ് ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു ചാർജ് നേരെ മദർ ബോർഡിലേക്കായിരിക്കും പോകുന്നത്. പിന്നെ നോർമൽ യൂസ് ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ്, അവിടെ ഒന്നും അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തില്ല. പിന്നെ ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS ആണ് വരുന്നത്. ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, അതായത് ഐക്യു അപ്ഡേറ്റ്സ് ഉണ്ടല്ലോ, അപ്ഡേറ്റ്സിന്റെ കാര്യത്തിൽ അവർ പക്കയാണ്. ഇടയ്ക്കിടയ്ക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് അയച്ചുകൊണ്ടിരിക്കും. പിന്നെ OS അപ്ഗ്രേഡ് ഉണ്ടല്ലോ, അതായത് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, അതും നല്ല സമയത്തിൽ നിങ്ങൾക്ക് കിട്ടും. സോ ചിലർക്ക് ഫൺ ടച്ച് OS ഇഷ്ടമാണ്, ചിലർക്ക് അത്ര ഇഷ്ടമല്ല, ദാറ്റ് ഇസ് ഫൈൻ. പക്ഷെ നിങ്ങളുടെ പ്രയോറിറ്റി പെർഫോമൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാം. കാരണം ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, കുറച്ചും കൂടി മോഡേൺ ആവാനുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ആൻഡ്രോയിഡ് 16 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS ഉണ്ടല്ലോ, അതിൽ കുറേ പുതിയ ഫീച്ചേഴ്സ് വരുമെന്നാണ് പറയുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. പിന്നെ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തു, സോ ഔട്ട് ഓഫ് ദ ബോക്സ് ഈ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസ് ഒന്നും വരുന്നില്ലായിരുന്നു, ദാറ്റ് ഈസ് നൈസ്. എന്നാൽ ചില തേർഡ് പാർട്ടി ഈ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ ഫസ്റ്റ് ഡിലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ പുതിയൊരു അപ്ഡേറ്റ് വരുമ്പോൾ 1-2 അത്തരത്തിലുള്ള ഗെയിംസ് വീണ്ടും വരുന്നുണ്ട്, അതായത് സെക്യൂരിറ്റി പാച്ച് ഒക്കെ വരുമ്പോൾ. സോ ആ സമയത്ത് നിങ്ങൾക്ക് വീണ്ടും അത് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. പിന്നെ ചിലർ കമന്റ് ബോക്സിൽ പറയാറുണ്ട്, ബ്രോ ഒരു ബ്രാൻഡ് ഈ പ്രൈസിൽ ഇത്രയും ഫീച്ചേഴ്സും പിന്നെ ഇത്രയും പവർഫുൾ ചിപ്സെറ്റ് തരുന്നില്ലേ? സോ 1, 2, 4, 5 ബ്ലോട്ട്വെയർസ് ഒക്കെ ഓക്കെയാണ്, അൺഇൻസ്റ്റാൾ ചെയ്താൽ മതി. സോ നിങ്ങളുടെ തിങ്കിങ് എന്താണ് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക, നിങ്ങൾക്ക് ബ്ലോട്ട്വെയർസ് ഓക്കെ ആണോ? പിന്നെ സൈലന്റ് കോൾ റെക്കോർഡിംഗിന്റെ ഫീച്ചർ വരുന്നുണ്ട്, ഡ്യുവൽ ആപ്സ്, ആപ്പ് ലോക്ക്, ഈ പറഞ്ഞ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സർക്കിൾ ടു സെർച്ച് ആണെങ്കിലും AI ഇറേസർ, AI ഫോട്ടോ എൻഹാൻസ്, ഗൂഗിൾ ജെമിനി, പിന്നെ നോട്ട്സ് ആപ്ലിക്കേഷനുള്ള AI ഫീച്ചേഴ്സ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ ഡിപ്പാർട്ട്മെന്റിൽ ഐക്യു യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. നല്ല ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ചുറ്റുമുള്ള ബെസൽസ് കണ്ടില്ലേ, ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ഒക്കെ നല്ല മിനിമം ബെസൽസ് ആണ്. ഞാൻ കുറെ TV സീരീസും ആനിമയൊക്കെ ഇതിലിട്ട് കണ്ടിരുന്നു. ബോട്ടം ബെസൽ ഉണ്ടല്ലോ, അത് പൊടിക്ക് കൂടുതലാണ്. പക്ഷേ നിങ്ങളത് കുറച്ച് കഴിയുമ്പോൾ, ഞാൻ ആക്ച്വലി പേഴ്സണലി കുറച്ച് കഴിയുമ്പോൾ അത് ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി. പൊടിക്ക് കൂടുതലാണ്, അത്രേ ഉള്ളൂ. 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഗെയിമിംഗ് മാത്രമല്ല കേട്ടോ, നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് കാണാൻ വേണ്ടി, TV ഷോസ്, മൂവീസ്, ഏത് തരം കോണ്ടന്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നല്ലോണം ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഐക്യു പറയുന്നതനുസരിച്ച് ഈ ഡിസ്പ്ലേ 144 Hz വരെ സപ്പോർട്ട് ചെയ്യും. ടെക്നിക്കലി യെസ്, അത് കറക്റ്റ് ആണ്, 144 Hz വരെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ നമ്മുടെ പ്രാക്ടിക്കൽ യൂസിൽ 120 Hz ആണ് കിട്ടുന്നത്. ആ 120 Hzന്റെ എക്സ്പീരിയൻസ് നല്ല സ്മൂത്ത് ആണ്. ഓക്കെ, നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. സോ നിങ്ങൾ 144 Hz നോക്കി വാങ്ങിക്കേണ്ട, 120 Hz നോക്കി വാങ്ങിച്ചാൽ മതി, നിങ്ങൾ ഹാപ്പി ആയിരിക്കും. പിന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, സോ സ്ക്രീൻ ഗാർഡ് കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ ഗെയിമിംഗ് ചെയ്യുമ്പോൾ ചിലർക്ക് ആ ഒരു സംഭവം ഉണ്ട്, കർവ് ഡിസ്പ്ലേ ആണെങ്കിൽ ഇങ്ങനെ ഫോൾസ് ടച്ച് വരുമോ ഇല്ലയോ ആ ഒരു ഡൗട്ട് ഉണ്ട്. ഇവിടെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ആ ഒരു പേടിയും വേണ്ട. സൂപ്പർ ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. ആക്ച്വലി എൻ്റെ എക്സ്പീരിയൻസിൽ ഔട്ട്ഡോർ ഇൻഡോർ ഒക്കെ ഒരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തില്ല. ഓട്ടോ ബ്രൈറ്റ്നസ് ഇട്ട് വെച്ചാൽ മതി, അത് ഓട്ടോമാറ്റിക്കലി നല്ലോണം കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്, അവിടെ ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. HDR സർട്ടിഫൈഡ് ഡിസ്പ്ലേ ആണ്. അത് യൂട്യൂബിൽ മാത്രമല്ല നെറ്റ്ഫ്ലിക്സിലും HDR വരുന്നുണ്ട്, ദാറ്റ് ഇസ് നൈസ്. പിന്നെ നിങ്ങൾ ഈ ഒരു ഡിസ്പ്ലേയിൽ ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ കയറിയിട്ട്, അതായത് ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ കയറിയിട്ട് ഈ പ്രൊഫഷണൽ മോഡ് ആക്ടിവേറ്റ് ചെയ്താൽ കുറച്ചും കൂടി കളർ ആക്യുറേറ്റ് ട്യൂണിങ് നിങ്ങൾക്ക് കിട്ടും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. എൻ്റെ യൂസിൽ അങ്ങനെ സ്റ്റക്കും ലാഗും ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല, എല്ലാം തവണ അത് വർക്ക് ആവുന്നുണ്ടായിരുന്നു. സ്പീക്കർ പെർഫോമൻസ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. ട്രെബിൾ ആണ് കൂടുന്നത്, ബേസ് അങ്ങനെ തന്നെ ഇരിക്കും, ട്രെബിൾ ഭയങ്കരമായിട്ട് കൂടും. സോ ട്രെബിൾ ഹെവി ട്യൂണിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അറിയാലോ 25,000 റുപ്പീസിന്റെ താഴെ ചില ഫോൺസിലൊക്കെ സിംഗിൾ സ്പീക്കർ ആണ് വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നിട്ടുണ്ട്. സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഓക്കെ ആണ് ഫോർ ദ പ്രൈസ്. സോ നോർമലി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയുമല്ലോ, മോഡറേറ്റ് യൂസ് ആണെങ്കിൽ ഒരു ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഭയങ്കരമായിട്ട്, അതായത് 1 മണിക്കൂർ 2 മണിക്കൂർ എന്ന് ഗെയിം ചെയ്താൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ചാർജ് ചെയ്യേണ്ടി വന്നേക്കാം. എന്നാൽ ഈ ഫോണിൽ 6400 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് നമ്മൾ 1 മണിക്കൂർ 1.5-2 മണിക്കൂർ വരെ ഗെയിമിംഗ് ചെയ്താലും ഈ ഫോൺ നെക്സ്റ്റ് ഡേ വരെ പോകുന്നുണ്ട്. അതായത് നാളെ രാവിലെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഫുൾ ചാർജ് ചെയ്താൽ മതി. എൻ്റെ എക്സ്പീരിയൻസിൽ അങ്ങനെയായിരുന്നു. സോ ആ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ്, അതായത് 5000 mAh ബാറ്ററിക്ക് പകരം 6400 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് ആ ഒരു 1.5-2 മണിക്കൂറിന്റെ ഗെയിമിംഗ് ചെയ്താലും കുഴപ്പമില്ല, സെയിം ഡേ ചാർജ് ചെയ്യേണ്ടി വരില്ല, നെക്സ്റ്റ് ഡേ ചാർജ് ചെയ്താൽ മതി. പിന്നെ 80 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ 80 വാട്ടിന്റെ ചാർജറും കൊടുത്തിട്ടുണ്ട്. സോ അതെല്ലാം വലിയ പ്ലസ് പോയിന്റ് ആണ്. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഫുൾ ചാർജും ചെയ്യാം. നോർമലി പെർഫോമൻസ് സെൻട്രിക് അല്ലെങ്കിൽ ഗെയിമിംഗ് സെൻട്രിക് ഫോണിൽ നിന്ന് നമ്മൾ ഭയങ്കരമായിട്ടുള്ള ക്യാമറ പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കാറില്ല. കാരണം ബ്രാൻഡുകൾ ആ ഒരു ചിപ്സെറ്റ് ഗെയിമിങ്ങിന് വേണ്ടിയാണ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു ഐക്യു ഫോൺ ആയതുകൊണ്ട് ഞാൻ ക്യാമറയെ കുറച്ച് നല്ലോണം നോക്കിയിരുന്നു. നല്ല ക്യാമറ പെർഫോമൻസ് ആണ്, പ്രത്യേകിച്ചും ഫോണിന്റെ പ്രൈസ്. അതായത് ഈവൻ ഈ ഓഫർ പ്രൈസ് നോക്കുകയാണെങ്കിൽ ക്യാമറ പെർഫോമൻസ് ഇസ് ഗുഡ്. നമ്മൾ നോർമൽ ഫോട്ടോസ് എടുക്കുമ്പോൾ, പൂക്കളുടെ, ചെടികളുടെ, ബിൽഡിംഗ്സിന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ നല്ല കളർഫുൾ ഫോട്ടോസ് ആണ് കിട്ടുന്നത്. അതായത് സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ് ആണ് വരുന്നത്. ഈവൻ ഹ്യൂമൻ സബ്ജക്റ്റിന്റെ ഫോട്ടോസ് എടുക്കുമ്പോഴും ഒറ്റ
നോട്ടത്തിൽ നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ കുറച്ച് സൂം ചെയ്ത് നോക്കിയാൽ സ്കിന്നിൽ പൊടിക്ക് ഓവർ ഷാർപ്പനിങ് ഉള്ളതുപോലെ തോന്നി നോർമൽ ഫോട്ടോസിൽ. പോർട്രേറ്റ് ഫോട്ടോസിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്കിൻ സ്മൂത്തനിങ് വരുന്നതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. സോ നിങ്ങൾക്ക് ഈ കാണുന്ന സ്കിൻ സ്മൂത്തനിങ് ഓക്കെ ആണെങ്കിൽ, അതായത് പലർക്കും അത് ഇഷ്ടമാണ്, ഓക്കെ, സോ അത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടും. അതായത് മെയിൻ ക്യാമറ വെച്ചാണ് എടുക്കുന്നത്. 1x and 2x പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. സാമ്പിൾസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അൾട്രാവൈഡ് ഫോട്ടോസ് ഓക്കെ ആണ്. പിന്നെ 8 മെഗാ പിക്സൽ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ആ ഒരു ഡീറ്റെയിൽസ് പ്രതീക്ഷിച്ചാൽ മതി. ലേശം കളർ അവിടെ ഇവിടെ മാറുന്നുണ്ട്, പക്ഷേ അൾട്രാവൈഡ് ക്യാമറ ഉണ്ടല്ലോ, സോ അത് വെച്ച് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാം, അത്രേ ഉള്ളൂ. ഫ്രണ്ടും ബാക്ക് വെച്ച് 4K വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ബാക്ക് ക്യാമറ വീഡിയോ പെർഫോമൻസ് ഓക്കെ ആണ്. 4K 60 FPS വരെ ബാക്ക് ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതും 4K 60 FPS സ്റ്റേബിൾ വീഡിയോസ് ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി വെരി നൈസ്. സ്കിൻ കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു, സ്റ്റിൽ ഓക്കെ. അതായത് ഒരു പെർഫോമൻസ് ഗെയിമിംഗ് ഫോണല്ലേ, അത് വെച്ച് നോക്കുമ്പോൾ സ്റ്റേബിൾ 4K 60 FPS റെക്കോർഡിംഗ് വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. സോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ iQOO Neo 10R സെൽഫി വീഡിയോ റെക്കോർഡിംഗ് ആണ്. ഇത് 4K 30 FPS ആണ്. ഓക്കെ, സോ ഇവിടെ ഒരു കാര്യമുണ്ട്, സ്റ്റെബിലൈസേഷൻ തന്നിട്ടില്ല. സോ നല്ല മൂവ്മെന്റ് ഉണ്ട്, സ്റ്റെബിലൈസേഷൻ ഉണ്ട്, പക്ഷേ 4K ഇല്ല. ഓക്കെ, സോ 4K നിങ്ങൾ വ്ളോഗിംഗ് ഒക്കെ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒരു ജിംബിൾ എടുക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ ലേശം സൂംഡ് ഇൻ ആണ്. ഇപ്പം ഞാൻ നല്ല ദൂരത്തിലാണ് പിടിച്ചിരിക്കുന്നത്, സ്റ്റിൽ ഒരു ഭയങ്കര ക്ലോസപ്പ് വ്യൂ ആണ് കിട്ടുന്നത്. സോ സെൽഫി സ്റ്റിക്കും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഞാനിപ്പോൾ സ്റ്റെബിലൈസേഷനോടുകൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ആ ഒരു സ്റ്റഡി ഫേസ് ഫീച്ചർ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂം കുറച്ചും കൂടി ഒരു സൂം ഔട്ട് ആയതുപോലെയാണ് തോന്നിയത്. നോർമലി നമ്മൾ സ്റ്റെബിലൈസേഷൻ എനേബിൾ ചെയ്യുമ്പോഴാണ് സൂം ഇൻ ആവുന്നത്. എനിവേ, സോ ഇതാണ് 1080p at 30 FPS. ഇതിൽ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ ഡിഫോൾട്ട് ഫോട്ടോഗ്രാഫി പെർഫോമൻസ്, വീഡിയോഗ്രാഫി പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈസിലി നിങ്ങൾക്ക് Gcam ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ Blackmagic ക്യാമറ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതായത് നല്ല ചിപ്സെറ്റും അത്യാവശ്യം ഡീസൻറ്റ് സെൻസറൊക്കെ ഉള്ളതുകൊണ്ട് അത് വെച്ചെടുത്താൽ കുറച്ചും കൂടി ബെറ്റർ വീഡിയോ പെർഫോമൻസ് കിട്ടും. പിന്നെ 5G റിസപ്ഷൻ ആണെങ്കിലും കണക്ടിവിറ്റി ആണെങ്കിലും 5G പെർഫോമൻസ്, ഇയർ പീസിൻ്റെ ക്വാളിറ്റി അതൊക്കെ പക്കയാണ്. അത് ഞാൻ യാതൊരു വിഷയം ഫേസ് ചെയ്തില്ല. Jio 8 ആണ് യൂസ് ചെയ്തത്. സോ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ 25,000 rupees താഴെ, ഈവൻ 24,000 രൂപയുടെ താഴെ നിങ്ങളൊരു കിഡിലൻ പെർഫോമൻസ് ബേസ്ഡ് അല്ലെങ്കിൽ ഗെയിമിങ്ങിന് വേണ്ടി ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ബൈ.